വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ട്നാം വേഴ്സസ് ലെസ്റ്റർ സിറ്റി മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡീസന്റ് പെർഫോമൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് കിങ്സ് പവർ സ്റ്റേഡിയത്തിലേക്ക് സ്പേഴ്സ് പോയത്. പക്ഷേ പഴയ സ്വഭാവങ്ങളൊന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ സെക്കൻഡ് ഹാഫിൽ കൺസീഡ് ചെയ്തു. 1-1 ഡ്രോയിലാണ് കളി അവസാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ജയിക്കേണ്ട കളിയായിരുന്നു, അവസാനം കൊണ്ടുപോയി കൊളാക്കി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ മത്സരത്തിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഡൊമിനിക് സൊളാങ്കിയുടെ ഡെബ്യൂ മത്സരമാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് സൊളാങ്കിയുടെ സൈഡിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ളത്. പുള്ളിക്ക് 3-4 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ ക്ലിനിക്കലായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പ്രസ്സിംഗ് ആണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. എല്ലാ പ്ലെയറും ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ബോൾ റിക്കവർ ചെയ്ത് അറ്റാക്കിലേക്ക് പോയി. പക്ഷേ ഫൈനൽ തേർഡിൽ സോണിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. പക്ഷേ പുള്ളി ഇന്നൊരു ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അധികം വൈകാതെ ബോക്സിലേക്ക് വന്ന ഒരു ഓപ്പർച്യൂണിറ്റി പെഡ്രോ പോറോ പ്ലേസ്മെന്റിലൂടെ 1-0 ലീഡിലേക്ക് സ്പേഴ്സിനെ എത്തിച്ചു. പിന്നീട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഗോൾ നില 2-ലേക്കോ 3-ലേക്കോ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷെ നമുക്കത് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിൽ 1-0 എന്ന നിലയിലാണ് സ്കോർ പിരിഞ്ഞത്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പെർഫോമൻസ് കുറച്ച് ഡിപ്പായി. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ലെസ്റ്റർ മുതലാക്കി എന്ന് പറയേണ്ടി വരും. അവരുടെ വെറ്ററൻ പ്ലെയർ ആയിട്ടുള്ള ജെയ്മി വാഡിയാണ് ഹെഡറിലൂടെ 1-1 സ്കോറിലേക്ക് ലെസ്റ്ററിനെ എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളുടെ സെറ്റ് പീസ് എന്നുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പൊ പ്രീ സീസൺ ആയാലും കഴിഞ്ഞ സീസണിന്റെ അവസാനമായാലും സെറ്റ് പീസിലൂടെ ഒരുപാട് ഗോളുകൾ സ്പേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോണൽ മാർക്കിങ്ങും മാൻ ടു മാൻ മാർക്കിങ്ങും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള സില്ലി മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കൺസീഡ് ചെയ്യും. ഇപ്പൊ വാഡി അത്ര വലിയ ഹെഡർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളിനെ മാർക്ക് ചെയ്തിട്ടില്ല, ഓപ്പൺ ഹെഡർ ആയിരുന്നു. അങ്ങനെ 1-1 ശക്തമായിട്ട് ലെസ്റ്റർ കളിയിലേക്ക് തിരിച്ചു വന്നു. എടുത്തു പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ലെസ്റ്ററിന് കളി ഫിനിഷ് ചെയ്യാനുള്ള മറ്റൊരു ചാൻസ് കൂടി കിട്ടി. ഒരു ലോങ് ബോൾ വളരെ കൃത്യമായിട്ട് വാഡി ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ റൊമേറോയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ 2-1 ലീഡിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. ഡിഫെൻസീവിൽ ഇപ്പോഴും നമ്മൾ വൾനറബിൾ ആണ്. കൃത്യമായിട്ട് ആ പോയിന്റ് നോക്കി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടീമിനും ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരിക്കൽ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. പാർഷി ഗ്രേയും ബഗ്ബാളും ഒക്കെ ഇന്ന് ഇറങ്ങി. പക്ഷേ വേണ്ട രീതിയിൽ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ കിട്ടിയില്ല. ഇപ്പോൾ ബോൾ കൺട്രോളും ഡ്രിബ്ലിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലിക്ക് ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റ് ഒക്കെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സ്പേഴ്സിന് കഴിഞ്ഞില്ല. ഇപ്പൊ സ്റ്റാറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 71% പൊസിഷൻ സ്പേഴ്സിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ 15 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 7 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. XG ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ഗോളൊക്കെ സ്കോർ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ആകെ സ്കോർ ചെയ്തത് ഒരു ഗോൾ മാത്രമാണ്. സൊളാങ്കിക്ക് ചാൻസ് കിട്ടി. സെക്കൻഡ് ഹാഫിൽ സോണിന് ചാൻസ് ഉണ്ടായിരുന്നു. ബെൻറ്റുഗറുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഗോൾ കീപ്പറുടെ സൈഡിലേക്കാണ് പോയത്. പുള്ളി ഈസി ആയിട്ട് അത് സേവ് ചെയ്യുകയും ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലെസ്റ്റർ കുറച്ചുകൂടി ക്ലിനിക്കലായിട്ടുള്ള കൗണ്ടർ കൊണ്ടുവന്നു. നമുക്കത് തലവേദന തന്നെയായിരുന്നു. നമ്മൾ പലപ്പോഴും ഡിഫെൻസീവ്ലി ചെറിയ രീതിയിൽ മാനേജ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ 1-1 സമനിലയിൽ കളി അവസാനിച്ചു. ലെസ്റ്റർ സൈഡിൽ നിന്ന് 7ഓളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. 71% പൊസിഷൻ വെച്ചിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഹാഞ്ച് പോസ്റ്റക്കോഗ്ലു ഇതൊക്കെ അനലൈസ് ചെയ്യും, ഫീഡ്ബാക്ക് കൊടുക്കും. അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.